ഹലോ ഫ്രണ്ട്സ്, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ടെക്നിക്കലി ഇത് ഞങ്ങളുടെ ബാങ്കോക്കിലെ സെക്കൻഡ് ഡേ ആണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ പെരുമഴയായിരുന്നല്ലോ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്കൊക്കെ. പിന്നെ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. ആകെ ഒരു മാർക്കറ്റിലാണ് പോയത്. നൈറ്റ് മാർക്കറ്റിൽ പോയി ഫുഡ് കഴിച്ചു, ചെറിയൊരു ഷോപ്പിങ്ങും ചെയ്തു, തിരിച്ചു വന്നു. അപ്പോൾ ഇന്നാണ് ശരിക്കും ഞങ്ങളൊന്ന് ബാങ്കോക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്നത്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ താമസിക്കുന്ന ഹോട്ടലിലുണ്ട്. പക്ഷേ നമ്മളിതിനടുത്തുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, തൊട്ടടുത്ത് വോക്കബിൾ ഡിസ്റ്റൻസിലൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അവിടെ ഒരു KFC കണ്ടായിരുന്നു. അപ്പോൾ സേഫസ്റ്റ് ഓപ്ഷനാണല്ലോ KFC. രാവിലെ എന്തായാലും അവിടെ നിന്നാകാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്നു. പിന്നെ ഇന്നലെ വൈകുന്നേരം മഴയിൽ കുതിർന്ന പോലെ ഇന്നത്തെ ദിവസവും ആകെ മഴ കൊണ്ടുപോകുമെന്ന് നല്ല വറീഡായിരുന്നു ഞങ്ങളെല്ലാവരും. പക്ഷേ ഇന്ന് ഒരു ബ്രൈറ്റ് സണ്ണി ഡേ, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് പുറത്തിറങ്ങി എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യത മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ KFCന്ന് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ഒരു 7-Eleven ഉണ്ടായിരുന്നു. അവിടെ വന്നൊരു കൊക്കക്കോള എടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ക്ലാസിക് സിംഗർ ബർഗറാണ് ഓർഡർ ചെയ്തതെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബർഗറിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ബണ്ണിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ പോലത്തെ അത്ര ഹാർഡല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബണ്ണായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് എന്തൊക്കെയോ വലിയ ലോകകാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് എന്ത് ചെയ്യാം എന്നതൊഴികെ ബാക്കി എല്ലാം അവിടെ ചർച്ച നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്കുള്ള ദൂരമോ അതിൻ്റെ യാത്രയോ, എറണാകുളത്തേക്കാണെങ്കിൽ ഉള്ള യാത്രാ ബുദ്ധിമുട്ടുകളോ, പിന്നെ റോഡിൻ്റെ അവസ്ഥയോ, അങ്ങനെ പല വിഷയങ്ങളാണ് മുമ്പിലുണ്ടായിരുന്നത്. പിന്നെ ഗ്രാബിൽ ഞങ്ങളൊരു XL ക്യാബ് ബുക്ക് ചെയ്ത് നേരെ പോകുന്നത് വാത് പോ എന്ന് പറയുന്ന ടെമ്പിളിലേക്കാണ്. പിന്നെ ബാങ്കോക്ക് എന്ന് പറയുന്നത് തായ്ലൻഡിൻ്റെ ഒരു ക്യാപിറ്റലാണല്ലോ. അതുകൊണ്ട് തന്നെ യാത്രയിൽ നമുക്ക് അത്യാവശ്യം ട്രാഫിക് പ്രതീക്ഷിക്കാം. പിന്നെ ഞങ്ങൾക്ക് ഈ പോകുന്ന റൂട്ടിൽ ഒരു ടോൾ റോഡുണ്ടായിരുന്നു. ഡ്രൈവർക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് നമ്മൾ ആ ടോൾ റോഡാണ് എടുത്തത്. അതുകൊണ്ട് കുറച്ച് ട്രാഫിക്കൊക്കെ നമ്മൾ ഒഴിവാക്കി. പിന്നെ ഇവരുടെ എൻജിനീയറിങ് എക്സലൻസ് എടുത്ത് പറയേണ്ടതാണ്. കാരണം ഈ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന ഈ മോഡേൺ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന് ഒരു പ്രത്യേക സ്റ്റൈലാണ്. പിന്നെ പഴയ തായ്ലൻഡിൻ്റെ ആർക്കിടെക്ചർ രീതിയിലുള്ള കെട്ടിടങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളൊന്ന് നോക്കി പോകും. അതൊരു പ്രത്യേക ഭംഗിയാണ് അവരുടെ ആ ഒരു ഡിസൈൻ. അങ്ങനെ നമ്മൾ വാത് പോ ടെമ്പിളിൻ്റെ അടുത്തെത്തി. അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു ടൂറിസ്റ്റ് ഗൈഡ് ആയിരിക്കണം, അവർ പറയുന്നുണ്ട് നിങ്ങളങ്ങോട്ട് പോകണ്ട, അത് ക്ലോസ് ചെയ്തിട്ടേക്കുവാണെന്ന്. പിന്നെ നമ്മൾ ഗൂഗിളിൽ നോക്കുന്ന സമയത്തും പറയുന്നുണ്ടായിരുന്നു, അവിടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളോട് പറയും അത് ക്ലോസ് ചെയ്തേക്കുവാണ്, അവിടെ പോകണ്ട, അവർ വേറെ സ്ഥലത്ത് കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ വല്ലതും ആണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ മുമ്പോട്ട് നടന്ന് ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തി. അന്നേരം അവർ പറഞ്ഞു അത് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ് 2 ദിവസത്തേക്കും കൂടി. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രിൻസസ് മരിച്ചു. അവരുടെ മരണത്തിൻ്റെ അനുശോചനമായിട്ട് ഈ ടെമ്പിൾ ക്ലോസ്ഡ് ആണ്. അങ്ങനെ എന്തായാലും ആ ടെമ്പിൾ കാഴ്ച ഞങ്ങൾക്ക് മിസ്സായി എന്ന് പറയണമല്ലോ. ഈ ടെമ്പിളിനെ ദ ടെമ്പിൾ ഓഫ് ദ റിക്ലൈനിങ് ബുദ്ധ എന്നാണ് വിളിക്കാറ്. അതായത് ഇവിടുത്തെ ബുദ്ധ കിടക്കുന്ന രീതിയിലാണ്, സ്ലീപ്പിംഗ് പൊസിഷനിലാണ് കിടക്കുന്നത്. ഇത് ഒരു ഹ്യൂജ് ബുദ്ധയാണ്. ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നേരിൽ കണ്ടാലേ ശരിക്കും വലിപ്പം മനസ്സിലാവാൻ പറ്റുള്ളൂ. എങ്കിലും ഫോട്ടോസിൽ കണ്ട പ്രകാരം ഇത് വലിയ സൈസിലുള്ള, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 46 മീറ്റർ എന്നോ മറ്റോ ആണ് ഞാനൊരു വീഡിയോയിൽ ഇത് കണ്ടിട്ടുള്ളത്, ഇതിൻ്റെ ഉയരം. ഈ പ്രതിമ കൊണ്ട് അവരുദ്ദേശിക്കുന്നത് ബുദ്ധൻ്റെ അവസാന കാലഘട്ടത്തിൽ ആത്മീയ മോക്ഷം നേടിയ നിമിഷങ്ങൾ, ആ ഒരു കോൺസെപ്റ്റിലാണ് ബുദ്ധൻ കിടക്കുന്നതായിട്ട് ആ പ്രതിമയിൽ അവിടെ കാണിക്കുന്നത്. സ്വർണ്ണ നിറത്താൽ തിളങ്ങുന്ന ഒരു പ്രതിമയാണ്. പക്ഷേ കാഴ്ച കാണിക്കാതെ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എന്ത് കാര്യമല്ലേ. പിന്നെ എന്തായാലും അധികം നേരം അവിടെ നിൽക്കാതെ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് നടന്നപ്പം നേരത്തെ കണ്ട ടൂർ ഏജൻറ്റ് പറഞ്ഞു ഈ ബാങ്കോക്കിലെ അവരുടെ ഒരു മേജർ റിവറാണ് ഈ ചാവോ പ്രായ എന്ന് പറയുന്ന റിവർ. ഇതിലൂടെ ഒരു ബോട്ട് സെയിലിംഗ് തരാം എന്നാണ്
ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഓക്കെ, എന്നാൽ പിന്നെ അതാകാം, പോകുന്ന വഴിക്ക് തന്നെ ബാങ്കോക്കിലെ നമുക്ക് ഈ റിവറിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്ന മെയിൻ അട്രാക്ഷൻസൊക്കെ കാണിച്ചു തരും എന്നായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് ബോട്ടിൽ കയറിയിരുന്നു. ഈ നദിയെ തായ്ലൻഡിൻ്റെ റിവർ ഓഫ് കിങ്സ് എന്നും വിളിക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടു. കാരണം തായ്ലൻഡിലെ നിരവധി രാജാക്കന്മാരുടെ ചരിത്രവും സംസ്കാരവും ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇത് ഏകദേശം ഒരു 370 കിലോമീറ്റേഴ്സ് ഉള്ളൊരു നദിയാണ്. അവസാനം ഇത് ഗൾഫ് ഓഫ് തായ്ലൻഡിൽ ചെന്ന് ചേരും. നൂറുകണക്കിന് വർഷങ്ങളായി ബാങ്കോക്കിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും ഒക്കെ പ്രധാന വഴിയായിരുന്നു ഈ നദി. പണ്ട് ഈ കാണുന്ന പോലെ റോഡുകൾ ഇത്ര വികസിച്ചിരുന്നില്ല. അതുകൊണ്ട് എല്ലാം ബോട്ടിലൂടെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ബോട്ട് ആദ്യം സ്ലോ ഡൗൺ ചെയ്തത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്താണ്. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബ്രിഡ്ജാണ്, ഭൂംബിബോൾ ബ്രിഡ്ജ്. ഭൂംബിബോൾ എന്നാണോ ബംബിബോൾ എന്നാണോ പറയേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതമൊക്കെ മെച്ചപ്പെടുത്താൻ നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കിയൊരു രാജാവ് ഉണ്ടായിരുന്നു, കിങ് ഭൂംബിബോൾ അതുല്യതേജ് രാമ 9. അദ്ദേഹത്തെ ആദരിക്കാനാണ് ശരിക്കും ഈ ബ്രിഡ്ജിന് അവർ അങ്ങനെ പേരിട്ടത്. പിന്നെ ഒരു രസകരമായ കാര്യമുണ്ട്. 2 വമ്പൻ കേബിൾ സ്റ്റേറ്റ് പാലങ്ങൾ ചേർന്നാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതായത് ഒരു പാലം പോലെ തോന്നിയാലും യഥാർത്ഥത്തിൽ ഇത് 2 പ്രധാന പാലങ്ങൾ ചേർന്നൊരു വലിയ ഗതാഗത ശൃംഖലയാണെന്ന് വേണം പറയാൻ. ബാങ്കോക്കിലെ ട്രാഫിക് നല്ല പ്രസിദ്ധമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നഗരത്തിൻ്റെ തെക്കൻ ഭാഗത്തേക്കുള്ള യാത്ര വേഗത്തിലാക്കാനും പിന്നെ തുറമുഖത്തിലേക്കുള്ള ചരക്ക് ഗതാഗതം എളുപ്പമാക്കാനുമാണ് ഈ പാലം സഹായിക്കുന്നത്. വൈകുന്നേരം ലൈറ്റുകളൊക്കെ തെളിയുമ്പോൾ ഈ പാലം കാണാൻ അതിമനോഹരമാണ്. നമ്മൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഡ്രോൺ ഷോട്ടുകളിൽ നോക്കുമ്പം ഒരു എക്സ് ആകൃതിയിലുള്ള ഭംഗിയായ പാലം. അതാണ് ഈ ഭൂംബിബോൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ബോട്ടിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു വശത്ത് നൂറുകണക്കിന് വർഷങ്ങളുള്ള പഴക്കമുള്ള ക്ഷേത്രങ്ങൾ കാണാം, മറ്റൊരു വശത്ത് വലിയ വലിയ കെട്ടിടങ്ങൾ കാണാം. അതായത് പഴയ ബാങ്കോക്കും പുതിയ ബാങ്കോക്കും ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയും നമ്മൾ ഈ ചാവോ പ്രായ നദിയിലൂടെ സെയിൽ ചെയ്ത് പോകുമ്പോൾ. പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ മാത്രമല്ല ഈ ബോട്ട് സവാരി എടുക്കുന്നത്. ആ പ്രദേശത്തെ ആളുകളൊക്കെ ഉണ്ടാവില്ലേ, ദിവസവും ഓഫീസിലേക്കും വീട്ടിലേക്കും പോകാനൊക്കെ അവർ ബോട്ട് ഉപയോഗിക്കും. നമ്മുടെ കൊച്ചിയിലേക്ക് പോലെ. അതായത് ബോട്ട് ടൂർ എന്ന് പറയുന്നത്, ബോട്ട് സെയിലിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ടൂറിസ്റ്റ് ആകർഷണം മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ ഡെയിലി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ ബാങ്കോക്കിൽ വരുവാണെങ്കിൽ നിങ്ങളും ഒരു തവണയെങ്കിലും ഈ ബോട്ട് യാത്ര ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ചില നഗരങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് റോഡിലൂടെ നടക്കുന്നതിലും നല്ലത് നദിയിലൂടെ സഞ്ചരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ബസ് സ്റ്റോപ്പുകളില്ലേ, അതുപോലെ ഇവിടെ ബോട്ട് സ്റ്റോപ്പുകളുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു ബോട്ട് സ്റ്റോപ്പാണ് ശരിക്കും. പയർ PIER പയർ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ചാവോ പ്രായ റിവറിൽ വലിയ ജയൻറ്റ് ക്യാറ്റ് ഫിഷുകളെ കാണാറുണ്ടായിരുന്നു. ഒരു ഏകദേശം 2 to 3 മീറ്റേഴ്സ് വരെ നീളവും ഒരു 100-300 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള. പക്ഷേ ഇപ്പോൾ ഇവ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. ഇവ ഒരു സംരക്ഷിക്കപ്പെടുന്ന ഇനങ്ങളിൽ ഒന്നാണ്. പിന്നെ ഈ നദിക്കരയിലെ റെസ്റ്റോറൻറ്റുകൾ അതൊരു പ്രത്യേകതയാണ്. എസ്പെഷ്യലി രാത്രിയാകുമ്പോൾ ഈ ചാവോ പ്രായ റിവറിൻ്റെ ഇരുവശവും ലൈറ്റുകൾ കൊണ്ട് നല്ല മനോഹരമാകും. അപ്പോൾ നദിക്കരയിലെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് തീർച്ചയായും ഒരു പ്രത്യേക അനുഭവമായിരിക്കും. ബോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നദിക്കരയിൽ മനോഹരമായ ബുദ്ധക്ഷേത്രങ്ങളും പ്രതിമകളും ഒക്കെ കാണാം. ബാങ്കോക്കിലെ പഴയ നഗരത്തിൻ്റെ ആത്മാവ് ഈ നദിക്കരകളിലാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഈ നദിക്കരയിൽ കാണുന്ന ഓരോ ക്ഷേത്രത്തിനും ഏകദേശം 100 കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ബുദ്ധപ്രതിമകളും മനോഹരമായ ഗോപുരങ്ങളും ചുവപ്പും സ്വർണവും ചേർന്ന മേൽക്കൂരകൾ, ഇതെല്ലാം ചേർന്നൊരു സിനിമയിലെ സെറ്റ് പോലെയാണ് ശരിക്കും എനിക്ക് തോന്നിപ്പോകുന്നത്. ബുദ്ധപ്രതിമകൾ വെറും കലാസൃഷ്ടികൾ മാത്രമല്ല, ബുദ്ധമത വിശ്വാസികൾക്ക് അവ സമാധാനത്തിൻ്റെയും കരുണയുടെയും ജ്ഞാനത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. അതുകൊണ്ടാണ് തായ്ലൻഡിൽ നമ്മൾ പോകുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ബുദ്ധപ്രതിമകൾക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്.
ബോട്ടിൽ നിന്ന് ഈ ക്ഷേത്രങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വെള്ളത്തിൽ നമുക്കതിൻ്റെ ഗോപുരങ്ങളുടെ റിഫ്ലക്ഷൻ കാണാം. പിന്നിൽ നല്ല നീല ആകാശം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പാസ് പോകുന്ന ബോട്ടുകൾ. അങ്ങനെ ബാങ്കോക്കിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണിത്. നമ്മളങ്ങനെ ബോട്ട് സെയിലിംഗ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വാത്തരുൺ എന്ന് പറയുന്ന ഒരു ടെമ്പിളിൻ്റെ സ്റ്റോപ്പിലാണ് ആ സെയിലിംഗ് അവസാനിച്ചത്. ഇതിവിടുത്തെ പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിലൊന്നാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് വാത്തരുൺ. അരുൺ എന്നത് സംസ്കൃതത്തിലെ അരുണൻ എന്ന വാക്കില്ലേ, അതിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം പ്രഭാതത്തിൻ്റെ ദേവൻ, ദ ഗോഡ് ഓഫ് ഡോൺ എന്നാണ്. അതുകൊണ്ട് ഇതിനെ ടെമ്പിൾ ഓഫ് ഡോൺ എന്നും വിളിക്കാറുണ്ട്. നമ്മളിവിടെ കയറി ചെല്ലുമ്പം ഒരു വലിയ ഗോപുരം കാണാം. ഏകദേശം ഇതിനൊരു 80 മീറ്റർ ഉയരമുണ്ടെന്നാണ് അവിടുന്ന് മനസ്സിലാക്കിയത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇത് മുഴുവൻ വെളുത്തൊരു കല്ലുകൊണ്ടാണെന്ന് തോന്നും. പക്ഷേ അടുത്ത് എന്നാൽ വലിയൊരു സർപ്രൈസ് ഉണ്ട്. ഈ ഗോപുരം അലങ്കരിച്ചിരിക്കുന്നത് പൊട്ടിയ ചൈനീസ് പോഴ്സലിൻ കപ്പുകളും പ്ലേറ്റുകളും ഒക്കെ ഉപയോഗിച്ചാണ്. പണ്ടുകാലത്ത് ചൈനയിൽ നിന്ന് വന്ന കപ്പലുകൾ ബാലൻസ് ചെയ്യാൻ ഈ പോഴ്സലിൻ സാധനങ്ങൾ കൊണ്ടുവരായിരുന്നു. പിന്നെ അവ പിന്നീട് പൊട്ടി പോയപ്പോൾ അത് കളയാതെ അവരെന്ത് ചെയ്തു, അവരത് ഈ ക്ഷേത്രം അലങ്കരിക്കാൻ ഉപയോഗിച്ചു. നമ്മുടെയൊക്കെ വീട്ടിൽ വല്ല കപ്പ് നമ്മൾ പൊട്ടിച്ചാൽ അമ്മയുടെ നിന്ന് നല്ലത് കേൾക്കുമല്ലേ. ഇവിടെ കപ്പ് പൊട്ടിയത് ലോകപ്രശസ്തമായ ക്ഷേത്രത്തിൻ്റെ അലങ്കാരമായി മാറി. നോക്കൂ ആ ഒരു ബുദ്ധി. ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറാനൊക്കെ പറ്റും തോന്നുന്നു. പക്ഷെ പടികൾ കണ്ടാൽ തന്നെ നമ്മുടെ കാലുകളൊന്ന് ആലോചിച്ച് പോകും. വളരെ കുത്തനെയുള്ള പടികളാണ്. ശരിക്കും അത് അങ്ങനെ ഡിസൈൻ ചെയ്യാൻ കാരണം ഇവർ ജീവിതത്തിൽ ആത്മീയതയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല എന്ന ആശയവും ഇവിടുന്ന് പ്രതിഫലിപ്പിക്കാൻ നോക്കുകയാണ്. പുറത്ത് ഇത്ര വലിയ ഭംഗിയുള്ള ഗോപുരമൊക്കെ കാണുമ്പോൾ അകത്ത് ചെന്നാൽ മറ്റൊരു കാഴ്ചയാണ്. അവിടെ ശാന്തമായിരിക്കുന്ന ബുദ്ധപ്രതിമയും പ്രാർത്ഥിക്കുന്ന ആളുകളും മനസ്സിനൊരു പ്രത്യേക സമാധാനം നൽകുന്ന അന്തരീക്ഷമാണ്. ടെമ്പിൾ ഓഫ് ഡോൺ എന്ന് പറയുമെങ്കിലും സൂര്യാസ്തമയ സമയത്തും അതിമനോഹരമായ കാഴ്ചയാണ് ഈ ടെമ്പിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെന്നാണ് പറയുക. ലൈറ്റുകൾ തെളിഞ്ഞു കഴിയുമ്പോൾ വാത്തരുൺ ശരിക്കും ഒരു സ്വർണ്ണ കൊട്ടാരം പോലെ തോന്നും. ചരിത്രവും കലയും ആത്മീയതയും തായ് സംസ്കാരവും ഇതെല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് വാത്തരുൺ. ബാങ്കോക്കിൽ വരികയാണെങ്കിൽ ഈ ക്ഷേത്രം എന്തായാലും നിങ്ങളുടെ യാത്ര ലിസ്റ്റിൽ ഉണ്ടാകണം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നീട് പോയത് പ്ലാറ്റിനം മോൾ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനിലാണ്. പക്ഷേ സത്യം പറയാമല്ലോ, അവിടെ നിന്ന് എനിക്കധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, ചാർജ് തീർന്നു പോയി. നമ്മൾ ആദ്യമേ ചെന്ന് കഴിഞ്ഞപ്പം പ്ലാറ്റിനം മോളിൻ്റെ പുറത്ത് ഒരു ഫുഡ് കൗണ്ടർ ഉണ്ടായിരുന്നു. ഒരുപാട് അവിടുത്തെ തായ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ട് പൊരിച്ചതും തേള് പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും കഴിച്ചില്ല. ഞാനൊരു മാംഗോ സ്റ്റിക്കി റൈസിൽ ഒതുക്കി. പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ ആയി വൈകുന്നേരം വരെ ഷോപ്പിംഗ് ആയിരുന്നു. പിന്നെ തിരിച്ച് ഹോട്ടലിൽ പോയി അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഞങ്ങൾ നേരെ പട്ടായയിലേക്ക് പോവുമായിരുന്നു. രാവിലെ പോയ KFCയിൽ നിന്ന് തന്നെ നമ്മൾ റോള്, ബർഗർ അതൊക്കെ മേടിച്ചിട്ട് നമ്മുടെ ഒരു ഈവനിങ് വിശന്നപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. ഹോട്ടലിലെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ തന്നെ അവർ ബുക്ക് ചെയ്ത് തന്നിരുന്നൊരു XL ക്യാബാണിത്. ബാങ്കോക്ക് ടു പട്ടായ നല്ലൊരു എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. ഏകദേശം ഞങ്ങൾ 2 മണിക്കൂർ മിച്ചമാണ് എടുത്തത് ബാങ്കോക്ക് ടു പട്ടായ പോകാൻ വേണ്ടിയിട്ട്. 2 മണിക്കൂർ, 2-2.25 മണിക്കൂർ. നല്ല യാത്രയായിരുന്നു, നല്ല റോഡായിരുന്നു. ബാങ്കോക്കിൽ നിന്ന് നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 5 മിനിറ്റിൽ നമ്മൾ ഈ ഹൈവേയിലേക്ക് കയറി. പിന്നെ പട്ടായ എത്തുമ്പോഴാണ് ആ ഹൈവേയിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത്. നമ്മളൊരു 9 മണി ഒക്കെ കഴിഞ്ഞപ്പോൾ പട്ടായ എത്തി. നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റാണിത്. കൂടുതലും ഇത് ടൂറിസ്റ്റിനെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ സാധാരണ ആൾക്കാരും അവിടെ താമസിക്കുന്നുണ്ട്. രാത്രിയിൽ ചെന്നപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ വ്യൂ മനോഹരമായിരുന്നു. കാരണം ഈ അപ്പാർട്ട്മെൻറ്റിന് ചുറ്റും അവരൊരു സ്വിമ്മിംഗ് പൂൾ
പണിതിട്ടുണ്ട്. അപ്പോൾ അതൊരു അട്രാക്ഷനാണ്, നല്ല ഭംഗിയാണ് ആ ലൈറ്റ്. രാത്രിയിൽ ആ പൂളിൽ നിന്ന് ആ ലൈറ്റ് വരുന്നത് കാണാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ഫുക്കറ്റിൽ കണ്ട ആ പച്ചക്കടലില്ലേ, ആ പച്ചക്കടലിനെ ഓർമ്മിപ്പിക്കുന്ന പോലെയായിരുന്നു ആ സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ എന്തായാലും സമയം കളയാതെ ഞങ്ങൾ ഒന്ന് ഫ്രഷായിട്ട് പുറത്തിറങ്ങാം എന്നൊക്കെയുള്ളൊരു പ്ലാനിലായിരുന്നു. ഇവിടുത്തെ മെയിൽ ബോക്സിൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ താക്കോൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്ലാറ്റിൻ്റെ ഓണർ. ഞങ്ങൾക്ക് ഒരു ബ്ലോക്കിലും മറ്റ് 2 പേർക്കും വേറൊരു ബ്ലോക്കിലുമാണ് കിട്ടിയത്. അത് സത്യം പറഞ്ഞാൽ വിഷമമായി, എന്നാലും സാരമില്ല, ജസ്റ്റ് ഉറങ്ങാൻ പോകുന്നത് മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ നമ്പർ ശ്രദ്ധിച്ചോ, 711. അത് ഞങ്ങൾക്കൊരു രസമായി തോന്നി. ഇതൊരു സിമ്പിൾ 1 BHK റൂമാണ്. പക്ഷേ സത്യം പറയാലോ, ഈ മൊത്തം ബാങ്കോക്ക് യാത്രയിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂം ഇതായിരുന്നു. ഏറ്റവും ചെറിയ റൂമും ഇതായിരുന്നു. പക്ഷേ മോശമില്ല, ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ രസകരമായ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ബാത്റൂമിലേക്ക് ബെഡ്റൂമിൽ നിന്നുള്ള ഈ പ്ലെയിൻ വിൻഡോ ഗ്ലാസ്സിലൂടെയുള്ള വ്യൂ ആണ്. ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ചെറിയ പട്ടായ കാഴ്ചകളൊക്കെ കാണാം. റൂം അത്യാവശ്യം കുഴപ്പമില്ല. കിച്ചണിൽ കെറ്റിലും ഓവനും ഫ്രിഡ്ജും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂമിൽ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം കുളിച്ച് ഫ്രഷായി പട്ടായയിലെ നൈറ്റ് മാർക്കറ്റിലേക്ക് പോയി. കഴിഞ്ഞ ദിവസം ബാങ്കോക്കിൽ മാർക്കറ്റിൽ കണ്ടതുപോലെ അവിടെ ഫുൾ മുതലേനെയാണ് അവിടെ വെച്ചിരുന്നത് കണ്ടത്. ഇവിടെ മുതലയുടെ സ്കെലിറ്റൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അടുപ്പത്തിരുന്ന് വേവുന്നുണ്ട്. ഇവിടെയും ഫുക്കറ്റിൽ കണ്ട പോലത്തെ കാഴ്ചകൾ തന്നെയാണ്. ഒരുപാട് ഫുഡ് ഓപ്ഷൻസ്. തായ് ഫുഡ് മാത്രം അല്ല കിട്ടുന്നത്, വേണമെങ്കിൽ അത്യാവശ്യം ചൈനീസ് രീതിയിലുള്ള ഭക്ഷണം പോലെയൊക്കെ എനിക്ക് തോന്നി. അതൊക്കെ കിട്ടുന്നുണ്ട്. ക്യാബ് ഡ്രൈവർ നമ്മളെ ആദ്യം കൊണ്ടുപോയി വിട്ടത് മറീന മോളിനവിടെയുള്ളൊരു മാർക്കറ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ദൂരെ നോക്കുമ്പോൾ ഒരു ജയൻറ്റ് വീൽ കറങ്ങുന്നത് കണ്ടു, റൈറ്റ് സൈഡിൽ ഒരു വലിയ ജയൻറ്റ് വീൽ. അപ്പം നമ്മൾക്കത് വലിയ രസമായി തോന്നി. അങ്ങനെ അവിടെ നിന്ന് നടന്ന് വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റ് കണ്ടത്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വെച്ച് വിട്ടു. ഇതാ ഈ ഡുരിയാൻ എന്ന് പറയുന്ന ഈ ഫ്രൂട്ട് കഴിച്ച് നോക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ കൂടെ വന്ന ഫ്രണ്ട് പറഞ്ഞു, അവരുടെ ഓഫീസിൽ നിന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ ആൾക്കാർക്ക് ഈ ഡുരിയാൻ അത്ര സ്യൂട്ടായെന്ന് വരില്ല, അലർജി ഉണ്ടാവാനുള്ള ഹൈ ചാൻസ് ഉണ്ട്. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കേണ്ട, നിങ്ങൾ അത് കഴിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ അവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, മാംഗോസ്റ്റീൻ, റംബൂട്ടാൻ, പിന്നെ ആപ്പിളിൻ്റെ ടേസ്റ്റ് ഉള്ള പോലത്തെ ഒരു എന്തോ ഒരു ഫ്രൂട്ട്, അതൊക്കെ കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ മേടിച്ചില്ല എന്തായാലും. പിന്നെ ഞങ്ങൾ ഒരു കോക്കനട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ഇതിൽ എക്സ്പ്ലോർ ചെയ്ത് നടന്ന് എന്ത് കഴിക്കാം മേടിക്കാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. ഇവിടെ നല്ല പാട്ടൊക്കെ വെച്ച് രസമായിരുന്നു, നല്ല വൈബായിരുന്നു. ഇത് കണ്ടോ, ഒരു യഥാർത്ഥ വിമാനം തന്നെയാണത്. പക്ഷെ അത് ഫ്ലൈ ചെയ്യാൻ പറ്റിയ കണ്ടീഷനിലല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് അവരിവിടെ കൊണ്ടിട്ടു. അതൊരു കാഴ്ചയാണ്, ആൾക്കാർക്കൊരു അട്രാക്ഷനാണ്. എന്തൊക്കെ ബുദ്ധിയാണല്ലേ. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ടിരിക്കാൻ. ഇത് വലിയൊരു മാർക്കറ്റാണ്. ഒരുപാട് വെറൈറ്റി ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്, അല്ലാത്ത ഷോപ്പിംഗ് ഓപ്ഷൻസ് ഉണ്ട്. രാത്രിയാണോ പകലാണോ എന്നറിയത്തില്ലാതെ അത്രയും തിരക്കും ഉണ്ടായിരുന്നു ഈ മാർക്കറ്റിൽ. പക്ഷേ എത്ര ആൾക്കാർ വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രം വലിപ്പമുള്ള അങ്ങനത്തെ സജ്ജീകരണങ്ങളുള്ള ഒരു മാർക്കറ്റായിരുന്നു ഇത്. ഓരോ ഷോപ്പിൻ്റെ മുന്നിലൂടെ പോകുമ്പോഴും എന്താണ് അവരവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്, അതിൻ്റെ പൈസ എത്രയാണ് എന്നൊക്കെ അവർ ബോർഡിൽ എഴുതി വെച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ
ഇത് മേടിച്ചാൽ അബദ്ധമാവോ കഴിക്കണോ അങ്ങനെ രണ്ട് മനസ്സിലായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഞാനൊരു ജങ്കി ആയിരുന്നതുകൊണ്ട് രാവിലെ KFC, രാത്രി ഈവനിങ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് KFC, ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മാത്രമാണ് ആ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ലൈറ്റായിട്ട് കഴിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവിടെ ഒരു പപ്പായ സാലഡ് ഓർഡർ ചെയ്തു. അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വീണ്ടും ഞാനിങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. എത്രയാ ഇവിടെ കരിക്ക് വിൽക്കാൻ വെച്ചേക്കുന്നതെന്നോ, അത്ര ഡിമാൻഡാണ്. ഇവിടുത്തെ കരിക്കിന് നല്ല ടേസ്റ്റുമാണ്. എത്ര കരിക്ക് കൊണ്ടുവന്നാലും അത് വിറ്റ് പോവുകയും ചെയ്യും. അങ്ങനെ എൻ്റെ തായ് പപ്പായ സാലഡൊക്കെ വന്നു. സത്യം പറയാലോ, ടേസ്റ്റ് ഞാൻ വിചാരിച്ച പോലെ ഉണ്ടായിരുന്നില്ല. കാരണം അവർ അതിനകത്ത് ഒരുപാട് നാരങ്ങ പിഴിഞ്ഞു, പിന്നെ ഉപ്പിട്ടതും കൂടിപ്പോയി. അതുകൊണ്ട് ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നെങ്കിലും പിന്നീട് ലാസ്റ്റ് അത് എത്തിയപ്പോഴത്തേക്കും എനിക്കത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പുളിയും ഉപ്പും കാരണം രക്ഷയില്ലായിരുന്നു. ലാസ്റ്റ് ഞാനതവിടെ വെച്ചു. പിന്നെ ഞാൻ പോയിട്ടൊരു കോക്കനട്ട് ഷേക്ക്, ഇത് കുറേ ആയല്ലേ, ഞാൻ ഒരുപാട് ഇളനീര് ഇവിടുന്ന് കുടിച്ചു, കോക്കനട്ട് ഐസ്ക്രീം കഴിച്ചു, കോക്കനട്ട് ഷേക്ക് കഴിച്ചു. കൂടെ ഉള്ള ആൾ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ തേങ്ങ മുഴുവൻ തീർന്നു, കരിക്ക് മുഴുവൻ തീർന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ തീറ്റയും കുടിയെല്ലാം കഴിഞ്ഞ് ഇവർ സ്നൂക്കേഴ്സ് കളിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ഗെയിമിംഗ് സെൻറ്ററിൽ വന്നു. പിന്നെ ഇവർ കളിക്കുന്നത് നോക്കി കുറേ നേരം അവിടെ ബോറടിച്ചിരുന്നു. ഇതിൽ ആകെ ശ്രീജേഷിന് മാത്രമേ അല്പമെങ്കിലും കളിക്കാൻ അറിയുള്ളൂ. ജിനേഷ് ശ്രമിക്കുകയാണ് പറ്റുന്നത് പോലെ. എന്തായാലും കളി കണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സ്നൂക്കേഴ്സ് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെയൊക്കെ എല്ലാവരുടെ അടുത്തൊക്കെ പോയി എങ്ങനെയൊക്കെയാണ് അവർ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. TT ആയിരുന്നെങ്കിൽ ചെറിയ കൈ നോക്കാമായിരുന്നു. ഈ സ്നൂക്കേഴ്സ് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞങ്ങളുടെ ബാങ്കോക്കിലെ പട്ടായ എത്തി. ഒരു ലോങ് ഡേ സ്റ്റാർട്ടഡ് ഫ്രം ബാങ്കോക്ക് ആൻഡ് രാത്രി ഞങ്ങൾ പട്ടായയിലത് എൻഡ് ചെയ്തു.